ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ. എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ടെൻഷൻ വന്നാലും ഞാൻ അമ്പലങ്ങളിൽ പോകും. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. നെഗറ്റീവ് എനർജിയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം ടെൻഷനാണ് കേട്ടോ. ഗൾഫിൽ യുദ്ധം നടക്കാനുള്ള എൻ്റെ സന്ധ്യേട്ടൻ ഗൾഫിലാണ്. അപ്പോൾ ഗൾഫിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനൊക്കെ പെട്ടെന്ന് തന്നെ മാറും. സങ്കടം ഉണ്ടെങ്കിൽ സങ്കടം മാറും. അതുപോലെ തന്നെ സന്തോഷമാണെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിനോട് ഷെയർ ചെയ്യുമ്പോൾ അത് സന്തോഷം ഇരട്ടിയാകുന്നത് എനിക്ക് തോന്നാറുണ്ട്. ഇതുപോലെ ചെരുപ്പ് 2 സ്ഥലത്ത് ഇടുമ്പോൾ എന്നെ പലരും കളിയാക്കാറുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് 2 വട്ടം ചെരുപ്പ് പോയതിൻ്റെ ആ ഒരു പരിചയത്തിലാണ് ഇങ്ങനെ ചെരുപ്പ് ഇടുന്നത് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. എനിക്ക് ചമ്മലായ കാരണമാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ പോകുന്നത് ഞാൻ ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് മറക്കാതെ ചെയ്യുന്നൊരു വഴിപാടാണ് കേട്ടോ. വെടി വഴിപാട് ശത്രു സംഹാരമാണേ. നമ്മുടെ വീട് പണിയുടെ സമയത്ത് നമ്മൾ കട്ട്ളവെപ്പും കുറ്റിയടിയൊക്കെ ആയിട്ട് നോക്കിക്കാൻ പോകില്ല. അപ്പോൾ അന്ന് ആ ശാന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് 2 ആൾക്ക് നന്നായിട്ട് ശത്രുക്കളുണ്ട് കേട്ടോ, നിങ്ങൾ മറക്കാതെ വെടി വഴിപാട് ചെയ്യണം, ശത്രു സംഹാരമാണ് എന്നുള്ളത്. അന്ന് തൊട്ട് ഞാൻ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് 2 ആളുടെയും പേരിൽ ചെയ്യാറുണ്ട് കേട്ടോ, വെടി വഴിപാട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നാറുണ്ട്. എനിക്ക് അധികം ദോഷങ്ങളൊന്നും ഇല്ലാതെ തടഞ്ഞു നിർത്താറുണ്ടെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് മറക്കാതെ വെടി വഴിപാട് ഞങ്ങൾ 2 ആളുടെയും പേരിൽ ചെയ്യാറുണ്ട് കേട്ടോ.